Example 5. Using properties, find. Properties എന്ന് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇത് ഇൻഡു ചെയ്ത് പിന്നെ മൊത്തത്തെ LCM ഒക്കെ എടുത്ത് ചെയ്യാമായിരുന്നു. പ്രോപ്പർട്ടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് പ്രോപ്പർട്ടി ഒന്ന് യൂസ് ചെയ്യണം. ആദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതി ഈക്വൽ ഇടുക. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു 3/7 കാണുന്നുണ്ട്, ഇവിടെ ഒരു 3/7 കാണുന്നുണ്ട്. ഇവരെ ഒന്ന് ഇതിനെ ഇപ്പുറത്തേക്ക് മാറ്റുന്നു, ഇതിനെ അപ്പുറത്തേക്ക് മാറ്റുന്നു. A+B = B+A എന്ന് എഴുതാൻ നമുക്കറിയാമല്ലോ, കമ്മ്യൂട്ടേറ്റിവിറ്റി. അത് പോകുന്നതുകൊണ്ട് ഇത് ഇപ്പുറത്തേക്കും ഇതിനെ അപ്പുറത്തേക്കും മാറ്റി. അപ്പോഴും വാല്യൂവിന് വ്യത്യാസമൊന്നും വരത്തില്ല. A+Bയും B+Aയും ഒന്ന് തന്നെയാണ്. അപ്പം 2/5 ഇൻറ്റു -3/7 മൈനസ് 3/7 ഇൻറ്റു 3/5 മൈനസ് 1/4. അത് എഴുതിയതിന് ശേഷം ബ്രാക്കറ്റിൽ ബൈ കമ്മ്യൂട്ടേറ്റിവിറ്റി, ലൈക്ക് ബൈ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് എഴുതിയാലും മതി. ബൈ കമ്മ്യൂട്ടേറ്റിവിറ്റി അല്ലെ, ബൈ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് എഴുതിയാൽ മതി. ഈക്വൽസ്, ഇവിടെ ഒരു -3/7 അല്ലേ, ഇത് സബ്സ്ട്രാക്ഷന്റെ റൂൾ അല്ലേ. ഞാൻ ചെയ്യുന്ന എന്താ നോക്കിക്കേ, ഇത് -3/7. സബ്സ്ട്രാക്ഷന്റെ റൂൾ എന്താ, രണ്ടാമത് കിടക്കുന്നതിന്റെ സൈൻ മാറ്റി ആഡ്. അപ്പൊ ഇത് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഇതൊരു സിംഗിൾ ഫ്രാക്ഷൻ ആകുമല്ലോ. അപ്പൊ ഇവിടെ ഒരാളുടെ സൈൻ മാറ്റിയാൽ മതി. ഈ 7/3 പോസിറ്റീവ് ആണ്, ഞാൻ അതിനെ -3/7 ഇൻറ്റു 3/5 എന്ന് എഴുതി, മൈനസ് 1/4 സൈൻ മാറ്റി. അപ്പം ഇത് നമുക്കിപ്പോ 3 × 3 9/35 പ്ലസ് മൈനസ് 9/35 എന്ന് വരുമല്ലോ. അതുപോലെയല്ലേ ഇവിടെ വരുന്നത്, ഒരാൾക്കേ സൈൻ മാറ്റാവൂ. ഇതിന് ശേഷം നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉപയോഗിച്ച് ഈ -3/7 ഞാൻ കോമൺ എടുക്കുന്നു. ആരെയാ, ഇവിടെയും -3/7 ഉണ്ട്, ഇവിടെയും -3/7 കണ്ടോ. ആ -3/7 കോമൺ. ഇവിടെ 2/5 പ്ലസ് 3/5 ബ്രാക്കറ്റ് അടച്ചു. ഇവിടെ പ്ലസ് മൈനസ് 1/4 ബ്രാക്കറ്റിൽ ബൈ ഡിസ്ട്രിബ്യൂട്ടീവ്. നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി എന്നൊന്നും എഴുതണമെന്നൊന്നും ഇല്ല, ഡിസ്ട്രിബ്യൂട്ടീവ്. ബൈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് എഴുതിയാൽ മതി. ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് എഴുതിയാൽ മതി. ബൈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഈക്വൽസ് -3/7 ഇൻറ്റു സെയിം ഡിനോമിനേറ്റർ, ന്യൂമറേറ്റർ പ്ലസ് ചെയ്യുമ്പോൾ എന്ത് വരും, 5/5 പ്ലസ് -1/4 ഉണ്ടോ. ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും, 1 ഈക്വൽസ് -3/7 പ്ലസ് -1/4. ഇവിടെ ക്രോസിംഗ് LCM. അപ്പൊ ഇവിടെ LCM എത്ര നമുക്ക് വരുന്നത്, LCM = 20. ഇത് 14 ആല്ലേ, സോറി, ഞാൻ മേളിൽ നിന്ന് ക്വസ്റ്റ്യൻ മിസ്റ്റേക്കിലാ വന്നത് കേട്ടോ. ഇപ്പൊ കണ്ടത് ഭാഗ്യമായി. ക്വസ്റ്റ്യൻ 14 കേട്ടോ, 14 ആണേ. അപ്പൊ 7ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ, അപ്പൊ LCM 14 വരും. അപ്പൊ ഇവിടെ മേളിലും താഴെ ഇൻറ്റു 2 ചെയ്താ പോരെ. അപ്പൊ -3 × 2/7 × 2 പ്ലസ് -1/14 ഉണ്ടോ, ഈക്വൽസ് -6 പ്ലസ് -1/14 ഈക്വൽസ് -7/14 ഈക്വൽസ് കട്ട് ചെയ്യുമ്പോൾ -1/2 കണ്ടോ. ഇതാണ് വെരി 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 ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റ്യൻ, വെരി വെരി ഇമ്പോർട്ടന്റ്. ഒന്നുകൂടെ നോക്കിക്കോ, നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതി ഇവരെ രണ്ടുപേരെയും A+B = B+A എന്ന് പറയുന്ന കണക്ക് ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേസ് മാറ്റി എഴുതി. ബൈ കമ്മ്യൂട്ടേറ്റിവിറ്റി, ബൈ കമ്മ്യൂട്ടേറ്റീവ് ലോ അങ്ങനെ എഴുതിയാൽ മതി. ഇനിയും എന്ത് ചെയ്ത്, ഇവിടെ ഒരു 3/7 കാണുന്നുണ്ട്, ഇവിടെയും ഒരു 3/7 കാണുന്നുണ്ട്. ഞാൻ ഈ സബ്സ്ട്രാക്ഷന്റെ റൂള് സൈൻ മാറ്റി ആഡ്. അപ്പൊ ഇത് പ്ലസ് ഇത് നെഗറ്റീവ്, ഒരാൾക്ക് മാത്രം നെഗറ്റീവ് ആക്കിയാൽ മതി. കാര്യം പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അത് സിംഗിൾ ടേം ആകും. ഈ രണ്ട് ഗ്രൂപ്പിൽ നിന്നും -3/7 കോമൺ. ഇവിടെ ഇത് വന്ന് മിച്ചം ഇവിടെ ഇത് വന്ന്. അതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. A ഇൻറ്റു ബ്രാക്കറ്റിൽ B പ്ലസ് C = A ഇൻറ്റു B പ്ലസ് A ഇൻറ്റു C, A ഇൻറ്റു B പ്ലസ് A ഇൻറ്റു C, A കോമൺ. ആഡ് ചെയ്യുമ്പോൾ 5/5 -3/7 പ്ലസ്
-1/4 ആയി. കണ്ടോ, ഇത് കട്ട് ചെയ്യുമ്പോൾ 1 വരുമല്ലോ. ഇനിയും ഇവിടെ 14 ആണ് LCM. ഇവിടെ മേളിലും താഴെ × 2 കൊടുത്തു. അപ്പൊ ഇവിടെ എന്തായി? -6 പ്ലസ് -1/14, -7/14, -1/2. കണ്ടല്ലോ, വെരി ഇമ്പോർട്ടന്റ്. ഇതാദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് നോട്ടിലോട്ട് എഴുതിയിട്ട് 3 ടൈംസ് വെച്ച് എഴുതണം. അടുത്ത എക്സസൈസ് 1.1 ഇത് തന്നെ. യൂസിങ് appropriate properties. ഒന്നാമത്തത് ഫൈൻഡ്. ഇത് തന്നെ -2/3 × 3/5 പ്ലസ് 5/2 മൈനസ് 3/5 × 1/6. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം. -2/3 × 3/5 പ്ലസ് 5/2 മൈനസ് 3/5 × 1/6. നോക്കിക്കേ, ഇവിടെയും 3/5 ഉണ്ട്, ഇവിടെയും 3/5 ഉണ്ട്. ഇവരെ ഒന്ന് അടുപ്പിക്കണം. ഇവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്ഥലം മാറ്റുകയാണ്. ഈക്വൽസ് -2/3 × 3/5 മൈനസ് 3/5 × 1/6 പ്ലസ് 5/2. ബ്രാക്കറ്റില് കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോ. ഇനി എന്താ ചെയ്യുന്നത് നോക്കിക്കേ, ഇവിടെയും ഒരു 3/5 ഉണ്ട്, ഇവിടെയും ഒരു 3/5 ഉണ്ട്. നേരത്തെ സ്റ്റെപ്പിൽ മൈനസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ അപ്പൊ തന്നെ പ്ലസ് മൈനസ് ആക്കിയത്. ഈക്വൽസ് ഇവിടെ ഞാൻ ആ 3/5 കോമൺ എടുത്ത്, മിച്ചം ഇവിടെ -2/3 മൈനസ് 1/6 പ്ലസ് 5/2. ഈ കോമൺ എടുക്കുന്ന സ്റ്റെപ്പ് എന്താ? ഡിസ്ട്രിബ്യൂട്ടീവ്. കണ്ടോ? ഇനിയും ഇവിടെ നമ്മള് LCM. ഈ ബ്രാക്കറ്റിൽ LCM എത്ര? 6. 3യുടെ മൾട്ടിപ്പിൾ അല്ലേ? ഈക്വൽസ് 3/5 × ബ്രാക്കറ്റിൽ ഇവിടെ മേളിലും താഴെയും × 2, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും × 2 പ്ലസ് മൈനസ് 1/6. സബ്ട്രാക്ഷൻ ആയതുകൊണ്ട് പ്ലസ് മൈനസ് 1/6 പ്ലസ് 5/2 ഈക്വൽസ് 3/5 × ബ്രാക്കറ്റില് -4 പ്ലസ് -1/6 പ്ലസ് 5/2 ഈക്വൽസ് 3/5 × -5/6 പ്ലസ് 5/2. ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്. 5ഉം 5ഉം കട്ടായി. ഇവിടെ 1ഉം 1ഉം 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോ ഇവിടെ 1, ഇവിടെ 2, മിച്ചം -1/2 പ്ലസ് 5/2 ഈക്വൽസ് -1 പ്ലസ് 5 ഫുൾ ഡിനോമിനേറ്റർ 2 ഈക്വൽ ടു 4/2. കട്ട് ചെയ്യുമ്പോ ആൻസർ 2. ഇനിയും ഇതും വെരി 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 ഇമ്പോർട്ടന്റ്. ഈ മോഡൽ 3 ക്വസ്റ്റ്യൻസ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്. ആ മൂന്ന് ക്വസ്റ്റ്യനും എക്സാമിനെല്ലാം മാറി ചോദിക്കുന്നുണ്ടേ. ഇനിയും ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ട് 2/5 × -3/7
minus 1 by 6 into 3 by 2 plus 1 by 14 into 2 by 5. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ 2 by 5 into negative 3 by 7 minus 1 by 6 into 3 by 2 plus 1 by 14 into 2 by 5. Equals ക്ലിയർ ആവുന്നില്ലേ? ആ ലൈറ്റ് ഇട്ടില്ല. അല്ല ലൈറ്റ് ഇട്ടിട്ടും ഇല്ല, ഫാനും ഓഫ് ചെയ്തില്ല. നോക്കിക്കേ, ഇവിടെ നമുക്ക് ആരെയാ കോമൺ കിട്ടുന്നെന്ന് നോക്ക. അതേ കിടക്കുന്നു. ഇവിടെ ഒരു 2/5 ഉണ്ട് കണ്ടോ, ഇവിടെ ഒരു 2/5 കണ്ടോ. ഇവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സ്ഥലം മാറണം കമ്മ്യൂട്ടേറ്റീവിലോ. അപ്പം 2/5 ഇൻറ്റു നെഗറ്റീവ് 3/7 ഇതിനെ ഇപ്പുറത്തേക്കാക്ക്. പ്ലസ് 1/14 ഇൻറ്റു 2/5 മൈനസ് 1/6 ഇൻറ്റു 3/2. ഏതാലോ കമ്മ്യൂട്ടേറ്റീവ്. കമ്മ്യൂട്ടേറ്റീവിലോ ഇനി ആരാ കോമൺ? 3/5 രണ്ട് ഗ്രൂപ്പിൽ നിന്ന് 2/5 അപ്പൊ 2/5 കോമൺ. ബ്രാക്കറ്റിൽ നെഗറ്റീവ് 3/7 പ്ലസ് 1/14 മൈനസ് 1/6 ഇൻറ്റു 3/2. നോക്കിക്കേ, ഇതിന്റെ LCM എത്ര? 14. 7ന്റെ മൾട്ടിപ്പിള് ഈക്വൽ ടു, ഇവിടെ ലോ എഴുതിയില്ലല്ലോ, ഡിസ്ട്രിബ്യൂട്ടീവ്. ലോ വെച്ച് ചെയ്യാൻ പറഞ്ഞ ഈ രണ്ട് ലോ എഴുതിയില്ലേ, മാർക്ക് കുറയ്ക്കുവേ. നെഗറ്റീവ് 3 ഇൻറ്റു 2/7 ഇൻറ്റു 2 പ്ലസ് 1/14. ഇനി ഇവിടെ ഒരു കട്ടിങ് ഉണ്ടല്ലോ, 3 കൊണ്ട് ചെയ്യുമ്പം 1, ഇവിടെ എത്ര? 3 കൊണ്ട് ചെയ്യുമ്പോൾ 2 വരികയല്ലേ. അപ്പൊ നെഗറ്റീവ് 1/4 ഈക്വൽസ് 2/5 ഇൻറ്റു ബ്രാക്കറ്റില് നെഗറ്റീവ് 6 പ്ലസ് 1/14 പ്ലസ് മൈനസ് 1/4 ഈക്വൽസ് 2/5 ഇൻറ്റു നെഗറ്റീവ് 5/14 പ്ലസ് നെഗറ്റീവ് 1/4. ഇവിടെ 1, ഇവിടെയും 1 വരും. 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 1, 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 7 മൈനസ് 1/7 പ്ലസ് നെഗറ്റീവ് 1/4. LCM 28. ക്രോസ് ചെയ്താ പോരെ. അപ്പം അല്ലെ ഇവിടെ മേളിലും താഴെയും ചെയ്തു. നെഗറ്റീവ് 1 ഇൻറ്റു 4/7 ഇൻറ്റു 4 പ്ലസ് നെഗറ്റീവ് 1 ഇൻറ്റു 7/4 ഇൻറ്റു 7 നെഗറ്റീവ് 4 പ്ലസ് നെഗറ്റീവ് 7/28 നെഗറ്റീവ് 11/28. ഓക്കെ, ഈ 3 ക്വസ്റ്റ്യനും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 ക്വസ്റ്റ്യനും വെരി 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 ഇമ്പോർട്ടന്റ്. ഇന്ന് തന്നെ ഇത്, നാളെ തന്നെ അല്ല, ഇന്ന് തന്നെ ഇത് 3 ടൈംസ് എഴുതി പഠിക്കണം. എഴുതി പഠിച്ചിട്ട് വൈകുന്നേരം എനിക്ക് എല്ലാവരും എന്റെ ഫോണിലേക്ക് ഇടണം. 3 ടൈംസ് എഴുതി പഠിച്ചത്. കാണാതെ കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ കാണാതെ പഠിച്ച് ക്വസ്റ്റ്യൻ അങ്ങനെയല്ല, മനസ്സിലാക്കി ഇത് ചെയ്ത് പഠിക്കണം. 2 സ്റ്റെപ്പും മനസ്സിലായല്ലോ. കമ്മ്യൂട്ടേറ്റീവ് ഇവരെ തമ്മിൽ പ്ലേസ് മാറുമ്പോഴും കോമൺ എടുക്കുന്നതാരാ? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. നല്ലപോലെ ചെയ്ത് പഠിക്കണം. ഈ ആഴ്ചത്തെ TPക്ക് ഇതിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ കാണും. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് സമയമായോ? ഇല്ല, ബാക്കി പഠിപ്പിക്കട്ടെ. ഇനി റൈറ്റ് ദ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ്. അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ സൈൻ മാറ്റി എഴുതുന്നതിനെയാണ് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് വിളിക്കുന്നത്. +8 ആരാ? -8. നെഗറ്റീവ് 3/5 എന്ന് വെച്ചാൽ ആരാ? പോസിറ്റീവ് 3/5. ഇനിയും റൈറ്റ് ദ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദ ഫോളോയിങ്. ഒരു സെക്കൻഡ്, ആ ലൈറ്റ് ഒന്നിട്ടേ.
2/8 അഡിറ്റീവ് ഇൻവേഴ്സ് ആരാ? നെഗറ്റീവ് 2/8. നെഗറ്റീവ് 5/9 അഡിറ്റീവ് ഇൻവേഴ്സ് ആരാ? പോസിറ്റീവ് 5/9. ഇത് കണ്ടോ, ഇത് നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ ശരിയാക്കണം. നെഗറ്റീവ് ബൈ നെഗറ്റീവ് ആരാ? പോസിറ്റീവ് 5/6. അപ്പൊ അഡിറ്റീവ് ഇൻവേഴ്സ് ആരാ? നെഗറ്റീവ് 6/5. 6/5 5/6 അല്ല. ഇതും ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്യും. പോസിറ്റീവ് ബൈ നെഗറ്റീവ് ആരാ? നെഗറ്റീവ് 2/9. അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് 2/9. ഇതും ആദ്യം പോസിറ്റീവ് ബൈ നെഗറ്റീവ് ആരാ? നെഗറ്റീവ് 19/6. അഡിറ്റീവ് ഇൻവേഴ്സ് 19/6. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തു തന്നതാ. വെരിഫൈ മൈനസ് ബ്രാക്കറ്റിൽ -x ഈക്വൽ ടു x. ആദ്യം x ഈക്വൽ ടു 11/15. ആദ്യം നെഗറ്റീവ് x എടുക്കുക. നെഗറ്റീവ് 11/15. ഇനിയും അതിന്റെ LHS പാർട്ട്. നെഗറ്റീവ് ബ്രാക്കറ്റിൽ നെഗറ്റീവ് x ഈക്വൽസ് നെഗറ്റീവ് ബ്രാക്കറ്റിൽ നെഗറ്റീവ് എക്സിന്റെ വാല്യൂ എന്താ? നെഗറ്റീവ് 11/15. ഉണ്ടോ? അപ്പൊ നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് പോസിറ്റീവ് 11/15. 11/15 അല്ലേ നിങ്ങളുടെ x എന്ന് പറയുന്നത്? അതല്ലേ നിങ്ങളുടെ RHS? അപ്പൊ LHS ഈക്വൽ ടു RHS വെരിഫൈഡ്. ഇവിടെ നിങ്ങളുടെ x ഇതാണ്. നിങ്ങളുടെ എക്സിന്റെ വാല്യൂ ആണ് നെഗറ്റീവ് 13/17. അപ്പൊ -x മൈനസ് ബ്രാക്കറ്റിൽ x. നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് ആരായി? 13/17. ഇനിയും നിങ്ങളുടെ LHS ആരാ? നെഗറ്റീവ് ബ്രാക്കറ്റിൽ നെഗറ്റീവ് x. നെഗറ്റീവ് 2. നിങ്ങളുടെ നെഗറ്റീവ് x കണ്ടുപിടിച്ചിരിക്കുന്നത് എത്ര? 13/17. ഇത് പോസിറ്റീവ് 13/17. നമ്മള് നെഗറ്റീവ് എക്സിന്റെ വാല്യൂ 13/17. അപ്പൊ നമുക്ക് അതെന്താകും? പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ആരാ? നെഗറ്റീവ് 13/17. അപ്പൊ ആൻസർ എത്ര? x. ഇത് ക്വസ്റ്റ്യനിൽ ഒരു നെഗറ്റീവ് ഉണ്ട്. ബ്രാക്കറ്റിൽ നെഗറ്റീവ് x. നെഗറ്റീവ് എക്സിന്റെ വാല്യൂ എത്ര? 13/17. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ആരാ? നെഗറ്റീവ് അല്ലേ? അപ്പൊ നെഗറ്റീവ് 13/17 ഈക്വൽ ടു x. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈക്വൽ ടു RHS എന്നായില്ലേ? അതിവിടെ ഒന്നും കൂടെ എടുത്ത് എഴുതിയിരിക്കുന്നേ ഉള്ളു. നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് x ഈക്വൽ ടു x. therefore വെരിഫൈഡ്. ഇനി അടുത്തത് അത് കഴിഞ്ഞ് ഞാൻ 10th ക്വസ്റ്റ്യൻ ആണ്. ഇവിടുത്തെ 10th ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. റൈറ്റ് the rational number that does not have a reciprocal. 10 ആണ്. റെസിപ്രോക്കൽ ഇല്ലാത്ത റാഷണൽ നമ്പർ ആരാ? 0. 0/1ന്റെ റെസിപ്രോക്കൽ ആരാ? 1/0 എന്ന് പറയും. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഉണ്ടോ? 0 കൊണ്ടൊരു ഡിവിഷൻ ഇല്ല. അതുകൊണ്ട് 0 ഹാസ് നോ റെസിപ്രോക്കൽ. ഫില്ലപ്പൊക്കെ ചോദിക്കുന്നതാ. ദ റാഷണൽ നമ്പേഴ്സ് ദാറ്റ് ആർ ഈക്വൽ ടു ദയർ റെസിപ്രോക്കൽ. ആർക്കൊക്കെയാണ് നമ്പറിന് ഈക്വൽ ആയ റെസിപ്രോക്കൽ വരുന്നത്? ഇവിടെ എഴുതി കാണിക്കാം. നമ്പർ 1. അതിന്റെ റെസിപ്രോക്കൽ ആരാ? 1/1. ഇവിടുത്തെ ഡിനോമിനേറ്റർ 1 അല്ലേ? അപ്പം 1 തന്നെ. റെസിപ്രോക്കൽ അത് തന്നെ വന്ന്. -1. ഇതിന്റെ ഡിനോമിനേറ്റർ 1. തിരിച്ചിടുമ്പം 1/-1. പോസിറ്റീവ് ബൈ നെഗറ്റീവ് ആരാ? -1. അപ്പോഴും -1ന്റെ റെസിപ്രോക്കൽ ആരാ? -1. 1ന്റെ റെസിപ്രോക്കൽ ആരാ? 1. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ റാഷണൽ നമ്പേഴ്സ് ദാറ്റ് ആർ ഈക്വൽ ടു ദയർ റെസിപ്രോക്കൽ 1 ആൻഡ് -1. ഇതൊക്കെ ഫില്ലപ്പ് ക്വസ്റ്റ്യൻസാ. ദ റാഷണൽ നമ്പേഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് നെഗറ്റീവ്. നെഗറ്റീവിന് ഈക്വൽ അഡിറ്റീവ് ഇൻവേഴ്സിന് ഈക്വൽ ആയത് 0. 0 ഹാസ് നോ സൈൻ. അപ്പൊ ഇതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആരാ? 0 തന്നെ. 0 + 0 ആൻസർ 0 അല്ലേ? എ നമ്പർ പ്ലസ് ഇറ്റ്സ് അഡിറ്റീവ് ഇൻവേഴ്സ് അല്ലേ 0 വരുന്നത്? അപ്പൊ 0യുടെ അഡിറ്റീവ് ഇൻവേഴ്സ് ആരാ? 0 തന്നെ. 0 + 0 0. ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. 0 ഹാസ് ഡാഷ് റെസിപ്രോക്കൽ. നോ. The numbers dash and dash are their own rational numbers. Their own. അങ്ങനെ അടിക്കത്തില്ലല്ലോ. The numbers 1 and -1 are their own reciprocals എന്നാണ്. റാഷണൽ നമ്പേഴ്സ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുക. ഓൺ റെസിപ്രോക്കൽ. 1 and -1 are their ഓൺ റെസിപ്രോക്കൽസ്. അത് നേരത്തെ ഞാൻ പറഞ്ഞു തന്നതാണല്ലോ. റെസിപ്രോക്കൽ ഓഫ് -5 ആരാ? -5/1 ആരാ? 1/-5 ഓർ -1/5 എന്നും എഴുതാം. കാര്യം സൈൻ അങ്ങ് മേളിൽ പോകത്തില്ലേ? പോസിറ്റീവ് ബൈ നെഗറ്റീവ്. റെസിപ്രോക്കൽ ഓഫ് 1/x തിരിച്ചിടുമ്പോ ആരാ? x. പ്രോഡക്റ്റ് ഓഫ് 2 റാഷണൽ നമ്പേഴ്സ് ഈസ് ഓൾവേസ് എ റാഷണൽ നമ്പർ.
Reciprocal of a positive rational number is positive. Okay.